أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹബഹുമാനാദരവുകൾ നിറഞ്ഞ രക്ഷിതാക്കൾ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, സ്നേഹമുള്ള വിദ്യാർത്ഥിനികൾ, മുതഅല്ലിമീങ്ങളെ, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടന്നു വരുന്ന തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസിൻ്റെ 180ാമത്തെ ക്ലാസ്സിലാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾ സംഗമിച്ചിട്ടുള്ളത്, ഇരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ ഖാദിമീങ്ങളായി നമ്മെ സ്വീകരിക്കട്ടെ, ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2021 ജൂലൈ മാസത്തിലാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഖത്മ് നമ്മൾ ആരംഭിച്ചത്. പരിശുദ്ധ ഖുർആനിൻ്റെ ഖത്മ് അഭിവന്യരായ നമ്മുടെയൊക്കെ നേതൃത്വം സുൽത്താനുൽ ഉലമ AP ഉസ്താദ് ഹഫിളഹുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ആഫിയത്തും നമുക്കൊരുപാട് കാലം നേതൃത്വം നൽകാനുള്ള ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് നമ്മൾ ദുആ ചെയ്യുകയാണ്. നിങ്ങളുടെയൊക്കെ ദുആയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അഭിവന്യരായ AP ഉസ്താദ് നമുക്ക് തുടങ്ങിത്തന്നു. 2024 ജനുവരിയിലേക്ക് നമ്മളെത്തി. 2021 to 2024 വരെയുള്ള ഈ നീണ്ട കാലയളവിനുള്ളിൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് 180ാമത്തെ ക്ലാസ്സാണിപ്പോൾ. വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും അവസാനത്തെ സൂറത്തുകളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആവേശം പഠിതാക്കൾക്ക്, ശ്രോതാക്കൾക്ക് ഒട്ടും ചോർന്നു പോവാതെ ഇതിൻ്റെ അവസാനം വരെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നിലനിന്നു. അത് ഖുർആനിനെ മഹബത്ത് വെച്ചതുകൊണ്ട് മാത്രമാണ്, അള്ളാഹുവിൻ്റെ കലാമായത് ഒന്നുകൊണ്ട് മാത്രമാണ് എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആവേശം നമുക്ക് നഷ്ടപ്പെടാതെ ഇനിയും ഒരുപാട് വിശുദ്ധ ഖുർആൻ പഠിക്കാനും കേൾക്കാനും പാരായണം ചെയ്യാനുമൊക്കെ തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ ഖത്മുൽ ഖുർആൻ മജ്ലിസ് ഇൻഷാ അള്ളാഹ് ഈ ഞായറാഴ്ച മലപ്പുറം മഅദിൻ ക്യാമ്പസിൽ അഭിവന്യരായ ബദ്റുസ്സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ അവിടുത്തെ മഅദിനിൻ്റെ തിരുമുറ്റത്താണ് നടക്കുന്നത്. എല്ലാവരും അറിഞ്ഞു, എല്ലാവരും രജിസ്റ്റർ ചെയ്തു, എല്ലാവരും അങ്ങോട്ട് വരാനുള്ള ഒരുക്കത്തിലാണ്. ഇനി മണിക്കൂറുകളാണ് നമുക്കുള്ളത്. എല്ലാവരും അവിടെ വരണം. നേരത്തെ നിർദ്ദേശിക്കപ്പെട്ടതുപോലെ രജിസ്ട്രേഷനൊക്കെ പൂർത്തിയാക്കി. ദൂരെ ദിക്കുകളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. കർണാടകയുടെ അങ്ങേ തല നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, അങ്ങ് തിരുവനന്തപുരം അപ്പുറം നിന്ന് ഒക്കെ ആളുകൾ ഇൻഷാ അള്ളാഹ് അവിടെ എത്തും. അപ്പോൾ ആ വരുന്ന ആളുകളുടെ സൗകര്യത്തിനു വേണ്ടി, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ ക്രമീകരിച്ചിട്ടുള്ളത്.
നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഏതായിരുന്നാലും എല്ലാവരും വരണം. ഇൻഷാ അള്ളാഹ് നമുക്ക് സംഗമത്തിൽ അഭിമന്യരായ നമ്മുടെ സാദാത്തുക്കളുടെ, നമ്മുടെ ഉലമാഇൻ്റെ, പണ്ഡിതന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ ഇൻഷാ അള്ളാഹ് ഖത്മുൽ ഖുർആൻ ദുആ നടത്തി നമുക്ക് ഇൻഷാ അള്ളാഹ് പിരിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. പ്രിയപ്പെട്ടവരെ, അന്ന് 4 സെമസ്റ്റർ പരീക്ഷകൾ എഴുതി പാസ്സായ ആളുകൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ഇൻഷാ അള്ളാഹ് അവിടെ വെച്ച് വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങോട്ട് വരാൻ എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പല സാഹചര്യങ്ങളാണല്ലോ ഉണ്ടാവുക. ദൂരെ ഗൾഫ് നാടുകളിലൊക്കെയുള്ള ആളുകൾ ഒക്കെയുണ്ട്. അപ്പോൾ അവർ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് അവർക്ക് നഷ്ടപ്പെടില്ല. ഇൻഷാ അള്ളാഹ് അവർ നമ്മുടെ കോഴിക്കോട് സമസ്ത സെൻറ്ററുമായി, ഓഫീസുമായി ബന്ധപ്പെട്ടാൽ ഇൻഷാ അള്ളാഹ് അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അതുപോലെ ഇൻഷാ അള്ളാഹ് നമുക്ക് വിവരങ്ങൾ അതതുവഴി ഇൻഷാ അള്ളാഹ് അറിയിക്കാം. സർട്ടിഫിക്കറ്റ് ഏതായാലും ഇവിടെ ഉണ്ടാവും. എപ്പോഴാണോ നിങ്ങൾക്ക് വരാൻ സൗകര്യം ആ സമയത്തിനനുസരിച്ച് ഇൻഷാ അള്ളാഹ് വിളിച്ച് വന്ന് സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും ഇങ്ങനെയൊക്കെയാണ്. ഇൻഷാ അള്ളാഹ് ഒരു 9:30 മണിക്ക് നിങ്ങൾ എത്തി ഒരു 10 മണിയാകുമ്പോൾ നമുക്ക് അതിനിടയ്ക്ക് രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് 10 മണിക്ക് തന്നെ തുടങ്ങാവുന്ന രൂപത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ ഒരു വലിയ പ്രോഗ്രാം ആകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒരു 10 മിനിറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഇൻഷാ അള്ളാഹ് എന്തായിരുന്നാലും പരിശുദ്ധ ഖുർആനിനെ മാത്രം ലക്ഷ്യമാക്കി വരുന്ന ആളുകളാണല്ലോ. അപ്പോൾ ആർക്കും പ്രയാസങ്ങൾ ഉണ്ടാവില്ല, ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരും ആ രൂപത്തിൽ ആയിരിക്കണം നമ്മുടെ മജ്‌ലിസിലേക്ക് വരുന്നത് എന്നുകൂടെ ഉണർത്തുകയാണ്. ഏതായാലും വലിയ വലിയ സന്തോഷവും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സന്തോഷവും സമാധാനവുമാണ് നമ്മുടെ തദ്രീബ് ക്ലാസ് കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറയേണ്ടതില്ല. ആയിരക്കണക്കിന് ആളുകൾ തദ്രീബ് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ. അവരുടെയൊക്കെ പലരും പേഴ്സണലായി അവരുടെയൊക്കെ അനുഭവങ്ങളും അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാറുണ്ട്. കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്, വല്ലാത്ത സമാധാനമാണ്. പരിശുദ്ധ ഖുർആനാണ് നമ്മെ ഇങ്ങനെ ഒരു കുടുംബത്തിലെ അംഗമാക്കിയത്. തദ്രീബ് കുടുംബം എന്ന് പറഞ്ഞാൽ തീർത്തും പരിശുദ്ധ ഖുർആനിനെ സ്നേഹിക്കുന്ന, മഹബ്ബത്ത് വയ്ക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടം, ഈ സംഘം നമുക്ക് രൂപപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ നേതൃത്വത്തിൻ്റെ കീഴിൽ പരിശുദ്ധ ഖുർആൻ കാരണമാണ്. അതുകൊണ്ട് നമ്മളുടെ ദുആയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓൺലൈൻ വഴിയുള്ള, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഓൺലൈൻ വഴിയുള്ള ലാസ്റ്റ് ക്ലാസ്സാണ് ഇന്ന്. ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളെല്ലാവരും നമുക്ക് ഈ വളരെ വിശുദ്ധമായ ഈ അവസരം ഒരുക്കിത്തന്ന നമ്മുടെ നേതൃത്വത്തിനു വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിലുണ്ടായിരിക്കണം. എല്ലാ പ്രാർത്ഥനയിലും ഒരു വാചകം നമ്മുടെ ആലിമീങ്ങൾക്ക്, നമ്മുടെ സാദാത്തുക്കൾക്ക്, നമ്മുടെ പ്രവർത്തകർക്ക്, ഉമറാക്കൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇടം കണ്ടെത്തണം എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം പരിശുദ്ധ ഖുർആനാണല്ലോ നമ്മെ ഒരുമിച്ചിരുത്തിയത്. ഈ ഖുർആൻ ശഫാഅത്ത് ചെയ്ത് ഇതുപോലെ നമുക്ക് സ്വർഗത്തിലും ഒരുമിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കതിന് ഭാഗ്യം നൽകട്ടെ. അതും നിങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടായിരിക്കണം. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്. ഈ അവസരം നമുക്ക് തന്ന നമ്മുടെ നേതാക്കൾക്ക്, നമ്മുടെ നേതൃത്വത്തിന്, നമ്മുടെ പ്രസ്ഥാന കുടുംബത്തിന് നിങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടായിരിക്കണം. പരിശുദ്ധ ഖുർആനാണ് നമ്മെ ഇങ്ങനെ ഒരുമിച്ചിരുത്തിയത്. ഇങ്ങനെ വിശുദ്ധമായ, പവിത്രമായ, പരിപാവനമായ സ്വർഗത്തിലും ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം, തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകണം. ഇത് ലക്ഷ്യമാക്കി നിങ്ങളെല്ലാവരും ഖുർആൻ ഓതുമ്പോഴും മറ്റു സന്ദർഭങ്ങളിലൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, നിസ്കാരത്തിനു ശേഷമുള്ള പ്രാർത്ഥനകളിലൊക്കെ ഒരു വാചകം ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ മജ്‌ലിസിൽ വെച്ച് അവസാനത്തെ കുറച്ച് സൂറത്തുകളാണ് ഓതാനുള്ളത്. അതിനു മുൻപ് സൂറത്തുൽ ഖാരിഅഹ് തൊട്ട് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള സൂറത്തുകൾ ഇന്ന് നമ്മൾ ഓതുകയാണ്. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ എപ്പോഴും ഓതുന്ന സൂറത്തുകളാണ്. വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം കേൾക്കുന്നത്, കേൾക്കേണ്ടത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ഖാരിഅഹ് വളരെ മഹത്വമുള്ള സൂറത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് നോക്കിയേ, കേട്ടോക്കൂ. മൻ ഖറഅ സൂറത്തുൽ ഖാരിഅഹ്, ഒരാൾ അൽ ഖാരിഅഹ് സൂറത്ത് പാരായണം ചെയ്താൽ സഖലല്ലാഹു ബിഹാ മീസാനഹു യൗമൽ ഖിയാമah, അന്ത്യനാളിൽ അവൻ്റെ നന്മയും തിന്മയും തൂക്കി കണക്കാക്കുന്ന മീസാൻ, തുലാസ് ഉണ്ടല്ലോ,
അവിടെ സൽക്കർമ്മങ്ങൾക്ക് എത്രയോ വലിയ ഭാരം തൂക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. സൽക്കർമ്മങ്ങൾക്ക് വലിയ ഭാരം തോന്നിപ്പിച്ച് നമ്മയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ആളുകളുടെ ലിസ്റ്റിൽപ്പെടുത്തും. നമ്മളെപ്പോഴും ദുആ അതല്ലേ ചെയ്യുന്നത്? പടച്ചവനെ, മീസാനിൽ വെച്ച് ഞങ്ങളെ ഹസനാത്ത് തൂക്കിക്കണക്കാക്കുമ്പോൾ സയ്യിആത്തുകൾ ധാരാളം ഉണ്ടാവാം, അതിനേക്കാളൊക്കെ മികച്ച് ഹസനാത്ത് കാണിച്ചുകൊണ്ട് സൽക്കർമ്മത്തിൻ്റെ തട്ടിനു ഭാരം കൊടുത്ത് ഞങ്ങളെ നീ സ്വർഗത്തിലെത്തിക്കണേ. നോക്കിയേ, നമ്മളെപ്പോഴും ദുആ ചെയ്യുന്നതാണ്. തൂക്കം പീഡിച്ച് കാണക്കെല്ലാം നോക്കും നാൾ തലവർ മുഹിയദ്ദീൻ കാവലിൽ ഏകല്ലാഹ്. അല്ലേ? അതാണ് നമ്മൾ ദുആ ചെയ്യാറുള്ളത്. ആ പുണ്യം കിട്ടുന്ന സൂറത്താണ് സൂറത്തുൽ ഖാരിഅഹ്. ഓതാ നമുക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഖാരിഅഹ് മൽ ഖാരിഅഹ് വമാ അദ്റാക മൽ ഖാരിഅഹ് يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية لا إله إلا الله والله أكبر ولله الحمد. ഓക്കെ, അൽ ഖാരിഅഹ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഹാത്തായിൽ നിർത്തുമ്പോൾ ഹാഇൻ്റെ ശബ്ദം വേണം. മൽ ഖാരിഅഹ് ചേർത്തി ഓതുമ്പോൾ അൽ ഖാരിഅതു മൽ ഖാരിഅഹ്. അല്ലേ? വമാ അദ്റാക മൽ ഖാരിഅഹ്. ഓക്കെ. يوم يكون الناس كالفراش المبثوث. കുഴപ്പമില്ല, ആയത്ത് തെറ്റാനുള്ള സാധ്യതയൊന്നുമില്ല. യൗമ യകൂനു നാസു എന്ന ആ ശബ്ദമുള്ള നൂനൊന്ന് ശ്രദ്ധിക്കണം. അടുത്ത നോക്കി, വതകൂനുൽ ജിബാലു കൽഇഹ്നിൽ മൻഫൂഷ്. ഈ ആയത്തിൽ ശ്രദ്ധിക്കാനുള്ളത് എന്തറിയോ? വതകൂനുൽ ജിബാലു കൽഇഹ്നി. ഇവിടെ കുറേ ആളുകൾ കല്ലിഹിനിയാവും. കല്ലിഹിനി, കല്ലും മണ്ണൊന്നും ഇവിടെ ഇല്ല. കല്ലിഹിനി അല്ല, കൽഇഹ്നി. കൽഇഹ്നി കേട്ടോ. പിന്നെ അൽ മൻഫൂസ് ഇഖ്ഫാഉം വേണം. فأما من ثقلت موازينه. അവിടെ ഫഅമ്മയിലെ ശബ്ദമുള്ള മീമും മണിച്ചിട്ട് മൻ ثقلت ഇഖ്ഫാഉ വേണം. മൻ ثقلت പോരാ. മവാസീനുഹു നിർത്തിയത് ശ്രദ്ധിച്ചില്ലേ? فهو في عيشة راضية. فهو في عيشة راضية. وأما من خفت موازينه. അവിടെയും എങ്ങനെ? അവിടെ മൻ ثقلت നേരത്തെ ഇഖ്ഫ ആയിരുന്നു, ഇവിടെ മൻ ഖഫത്ത് ഇൽഹാറാണ്, ശ്രദ്ധിക്കണം. فأمه هاوية. فأمه هاوية وما أدراك ما هي നാറുൻ ഹാമിയ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും. നമ്മൾ തൊട്ട് മുമ്പൊരു സൂറത്ത് ഓതിയിരുന്നു. ആ സൂറത്തിലുണ്ട്
കിതാബിയ, സുൽത്താനിയ, അല്ലേ? അവിടെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാ ഉസ്സക്തയെക്കുറിച്ച്. ഇവിടെ നോക്കിയേ, വമാ അദ്റാക മാ ഹിയ, ഹാ ഉസ്സക്താണ്. ഹാ ഉസ്സക്ത് അല്ലേ? അത് ഇവിടെ ചില ആളുകളൊക്കെ ഓതുമ്പോഴേ വളരെ വലിയ തെറ്റ് വരാറുണ്ട്. എന്താ, ചേർത്തി ഓതുന്ന സമയത്ത് അവരിങ്ങനെ ഓതും, വമാ അദ്റാക മാ ഹിയ നാറുൻ. സുബ്ഹാനല്ലാഹ്, മാ ഹിയ നാറുൻ പറ്റുമോ? ഇല്ല. ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ ഹാമിയ എങ്ങനെയാണോ നിർത്തിയത് അതേപോലെ തന്നെയാണ് മാഹിയ, അല്ലാതെ മാഹിയഹ് ഇല്ല. സക്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ പഠിച്ചു. ശ്വാസം വിടാൻ പാടില്ല, ശബ്ദം ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കാന്ന്. ഓക്കെ, സക്ത് ചെയ്ത് തോന്നി, വമാ അദ്റാക മാ ഹിയ നാറുൻ. മനസ്സിലായില്ലേ? ഇനി അത് ചേർത്തിയോതാണെങ്കിലോ ആ ഗ്യാപ്പ് ഉണ്ടാവില്ല. വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. സക്തയും വസ്ലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും സക്തയിലാകുമ്പോൾ, അതുണ്ടാവില്ല ചേർത്തി ഓതുമ്പോൾ. ഇനി നമുക്ക് ഒരുമിച്ച് ആ സൂറത്ത് എൻ്റെ കൂടെ കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഖാരിയ മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. അല്ലേ? ഓക്കെ, ഇനി അടുത്ത സൂറത്ത് ഏതാണത്? സൂറത്തു തകാസുർ. സൂറത്തു തകാസുർ നമ്മൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ടല്ലേ? സൂറത്തു തകാസുറിൻ്റെ ശ്രേഷ്ഠതകളൊക്കെ. സഹാബത്തിനോട് കേൾക്കണേ, സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അല്ല സഹാബത്തെ, ആർക്കാണ് എല്ലാ ദിവസവും 1000 ആയത്തോതാൻ കഴിയാൻ? ഡെയിലി 1000 ആയത്തോതാൻ, 1000 ആയത്ത്. അപ്പോൾ സഹാബത്ത് ഇങ്ങനെ എന്ത് ചെയ്യാനാ, ആർക്ക് കഴിയും ഡെയിലി 1000 ആയത്തോതാൻ? ഇത് മനസ്സിലാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, പ്രയാസാവോ? അൽഹാക്കുമു തകാസുർ ഓതാൻ കഴിയുമോ നിങ്ങൾക്ക്? എന്നാ മതി, 1000 ആയത്തിന് സമാനമാണ്. ഒരു ദിനം 1000 ആയത്തോതി തീർക്കാനൊക്കുന്നവനാര തിരുനബിയോരുടെ അനുചരരോടൊരു നാളിൽ ചോദ്യം നബിയോരാ, ആർക്കാ നബിയെ കഴിയുക ദിനവും 1000 ആയത്തുകളോതാൻ? ആറ്റൽ നബിയോരുടെ മറുപടി റെഡിയാണ് തകാസുർ ബദലാവാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് 1000 ആയത്തിന് ബദലാണ് അൽഹാക്കുമു തകാസുർ. പക്ഷേ ഓതുന്നത് എന്തായിരിക്കണം? അതെ, അൽഹാക്കുമു തകാസുർ ആയിരിക്കണം, തെറ്റു വരാൻ പാടില്ല. വേറെയുണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, മൻ ഖറഅ സൂറത്ത തകാസുർ, അൽഹാക്കുമു തകാസുർ എന്ന സൂറത്ത് ഒരാൾ ഓതിയാൽ ലം യുഹാസിബുഹു അല്ലാഹു തആല ബിന്നഈമില്ലദീ അൻഅമ ബിഹി അലൈഹി ഫീ ദാരി ദുനിയ. ചെറിയ വിഷയമല്ല ഇത്, പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടെ തന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അത് മുഴുവൻ കൃത്യമായിട്ട് റബ്ബ് ചോദിക്കും. അതിനൊക്കെ നീ ശുക്ർ ചെയ്തോടോ, നീ നന്ദി കാണിച്ചോടോ എന്ന് അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. മഹ്ശറിൽ വെച്ച് അല്ലാഹു തആല ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിൽ നമ്മൾ എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ റബ്ബ് അവിടെ പിടിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താ അറിയോ?
റബ്ബ് തആല തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുക, നന്ദി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അതിന് ഒന്നാമത്തെ സ്റ്റെപ്പ് കേൾക്കണോ എനിക്ക്? ഒന്നാമത്തെ സ്റ്റെപ്പ് അള്ളാഹു തആല ചെയ്തു തന്ന അനുഗ്രഹം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൽ മാത്രം ഉപയോഗിക്കുക എന്നുള്ളത്. ഒന്ന് നോക്കി, അള്ളാഹു തആല മനുഷ്യന് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കണ്ണിന് കാഴ്ച എന്നുള്ളത്, അല്ലേ? കണ്ണിന് കാഴ്ച എന്നുള്ളതും അത് ചെറിയൊരു അനുഗ്രഹമല്ല. ആ അനുഗ്രഹം ഇല്ലാത്ത ആളുകളൊന്നും ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഹറാമാക്കിയ കാണാൻ പറ്റാത്ത ഒരുപാട് സംഗതികളുണ്ടല്ലോ, അതൊന്നും കാണാനുള്ള അവസരം അവർക്കില്ല. ആ നിലയ്ക്ക് അവർ എത്രയോ ഭാഗ്യവാന്മാരാണ്. ഹദീസിൽ കാണാം, നരകത്തിൽ കടക്കാതിരിക്കാൻ, നരകപ്രവേശനത്തിന് തടസ്സമാകുന്ന, സ്വർഗപ്രവേശം സാധ്യമാകുന്ന കുറേ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയതിൽ ഒന്നാമത്തെ എന്തെന്നറിയോ നിങ്ങൾ? ഒരു സ്ഥലത്ത് കണ്ണ് കാണാത്തവരുടെ കൈ പിടിച്ച് അല്പം നടക്കുക, അയാൾക്കൊരു ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കുരുടൻ്റെ കൈക്കു പിടിച്ചു 40 ചുവടടി, നടന്നാലുടൻ അവനുണ്ട് സ്വർഗം ഉടനടി. ഞാൻ ആ ഭാഗത്തേക്ക് പോയാൽ വല്ലാതെ നീണ്ടുപോകും, അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹത്തിൽ ഒന്ന് നമ്മുടെ കണ്ണ്, നമ്മുടെ കാഴ്ച. ഇതിനെങ്ങനെ ശുക്ർ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒന്നാമത്തെ പാഠം ശുക്ർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊക്കെ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രമേ ഈ കണ്ണുകൊണ്ട് നോക്കാവൂ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നും നോക്കാൻ പാടില്ല. എവിടെയെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ, കണ്ടിട്ടുണ്ടെങ്കിൽ റബ്ബ് അവിടെ ചോദിക്കും, എടാ ഞാൻ നിനക്ക് കണ്ണ് തന്നത്, കാഴ്ച തന്നത് ഞാൻ ഇഷ്ടമല്ലാത്ത സംഗതി കാണാനാണോ, നോക്കാനാണോ എന്ന് റബ്ബ് ചോദിക്കും. അള്ളാഹു നമ്മയൊക്കെ കാക്കട്ടെ, കാത്തിരക്ഷിക്കട്ടെ. എവിടെയെങ്കിലും പാളിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു ജല്ല ജലാലുഹു നമ്മെ കാക്കട്ടെ. ഒരുപാട് പാളിച്ചകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ അള്ളാഹു തആല ചെയ്തു തന്ന അനുഗ്രഹം കണ്ണ് മാത്രമേ ഉദാഹരിച്ചിട്ടുള്ളൂ. കാതും അങ്ങനെ തന്നെയാണ്, ഖൽബും അങ്ങനെ തന്നെയാണ്, നാവ് അങ്ങനെ തന്നെയാണ്, കൈയും കാലും എല്ലാം അങ്ങനെയാണ്. നമുക്ക് തന്ന സമ്പത്ത് അതൊക്കെ അങ്ങനെ തന്നെയാണ്. റബ്ബിന് ഇഷ്ടമുള്ളിടത്ത് മാത്രം ഉപയോഗിക്കാമെന്ന്, ഇഷ്ടമില്ലാത്തയിടത്ത് ഉപയോഗിച്ചാൽ അത് നന്ദികേടാണ്. ചോദ്യം ഒന്നാമത് അത് ആയിരിക്കും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും തീർച്ചയായിട്ടും. സൂറത്തു തകാസുർ പാരായണം ചെയ്താൽ അത്തരം ചോദ്യം ഉണ്ടാവില്ല. എന്താ സന്തോഷം! ചെറിയ വിഷയമല്ല. അതുകൊണ്ട് അൽഹാക്കുമുത് തകാസുർ എന്ന സൂറത്ത് പ്രത്യേകം പാരായണം ചെയ്യണേ. തീർന്നില്ല. വഉഅതിയ മിനൽ അജ്രി കഅന്നമാ ഖറഅ അൽഫ ആയ. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, 1000 ആയത്തോതിയവന് ലഭിക്കുന്ന പ്രതിഫലം ഈ സൂറത്തു തകാസുർ പാരായണം ചെയ്ത ആൾക്ക് ലഭിക്കും. എന്തായിരിക്കണം? അൽഹാക്കുമുത് തകാസുർ ആയിരിക്കണം. അപ്പോൾ നമുക്കൊന്ന് ഓതാം. അൽഹാക്കുമുത് തകാസുർ. ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, എന്നാലും ഉണർത്തുകയാണ്. നോക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم لا إله إلا الله والله أكبر ولله الحمد. Okay. ألهاكم التكاثر. ألهاكم من ها ألا بنيو ألهاكم التكاثر حتى زرتم المقابر. നോക്കണേ, حتى زرتم المقابر ബിൽ ആറായിന തർക്കീഖ് തൊട്ട് മുമ്പുള്ള التكاثر تفخيم. حتى زرتم المقابر
കല്ലാ സൗഫ തഅലമൂൻ. എങ്ങനെ? കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. കുറേ ആളുകൾക്ക് അവിടെ സുമ്മ കല്ലയിൽ ശദ്ദുള്ള മീമിൻ്റെ ഗുന്നത്ത് ഇല്ല പോകുന്നുണ്ട്. ശദ്ദുള്ള മീമിൻ ഗുന്നത്ത് നന്നായി നൽകണേ, ഒന്നൽപ്പം ശ്രദ്ധയോടെ മിമ്മ എന്ന് ഓതണേ. ശദ്ദുള്ള മീമിൻ ഗുന്നത്ത് നന്നായി നൽകണേ, ഒന്നൽപ്പം ശ്രദ്ധയോടെ മിമ്മ എന്ന് ഓതണേ. അമ്മലമ്മ സുമ്മ എന്നു തന്നെയാവണേ. അമ്മലമ്മ സുമ്മ ഓതൽ ഒന്ന് നിർത്തണേ, ഒന്ന് നിർത്തണേ അല്ലേ, ഒന്ന് നിർത്തണേ, നിർത്തണേ. ഇനി അങ്ങനെ ഓതാൻ പാടില്ലേ? സുമ്മ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. പിന്നെയോ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. അവിടെ ഇൽമല്യ മല്യ ആവരുത്, ഇൽമൽ യഖീൻ. ലതറൗന്നൽ ജഹീം. അവിടെ നിങ്ങളായത്ത് ഒന്ന് ചോദിക്കേ, ലതറൗന്നൽ ജഹീം ഒന്ന് ചോദിക്കേ, ആയത്ത് മാത്രം. ആർക്കെങ്കിലും ലതറഉന്ന എന്ന് ഊ ആയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചോ നിങ്ങൾ? കുറേ ആളുകൾക്ക് ആവുന്നുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ. ലതറഉന്നൽ ജഹീം സുമ്മ ലതറഉന്നഹ. എന്താ ചെയ്യുക? അങ്ങനെ ഓതുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ലതറഉന്ന ഊ ആണ്, ശദ്ദുള്ള നൂനുണ്ട്. ലതറഉന്നൽ ജഹീം. പിന്നെന്താ? സുമ്മ ലതറഉന്നഹ ഐനൽ യഖീൻ. ഓക്കെ. ثم لتسألن يومئذ عن النعيم. ثم لتسألن يومئذ عن النعيم. നിസ്കാരത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ ലാസ്റ്റ് ആയത്തൊക്കെ പോകുന്നത് കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് നോക്കി, ثم لتسألن يومئذ عن النعيم. يومئذ عن النعيم. അയിനുമില്ല ഒന്നുമില്ല. ഒരുമിച്ച് ഓതല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ. എല്ലാവരും ഇല്ലല്ലോ, ഒരുമിച്ച്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون. كلا لو تعلمون علم اليقين لترون الجحيم. لا കുറച്ച് ആളുകൾ എൻ്റെ മുന്നിൽ ചാടിയിട്ടുണ്ട്, എന്നെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ലതറൗന്ന പറഞ്ഞപ്പോഴേക്ക് ജഹീം എത്തിയ ആളുകളുണ്ട്. ശരിയല്ലേ? പറ്റില്ല. ഒരുമിച്ച് لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഇങ്ങനെ തന്നെ കേട്ടോ. ചിലപ്പോൾ നമ്മൾ 15 സെക്കൻഡ് കൊണ്ടായിരിക്കും നേരത്തെ അൽഹാക്കുമുത് തകാസുർ ഓതിയിട്ടുണ്ടാവുക, 15 സെക്കൻഡ് കൊണ്ട് അല്ലേ? അത് ശ്രദ്ധിച്ച് ഓതുകയാണെങ്കിൽ ഒരു 20 സെക്കൻഡ് എടുത്താൽ മതി. 5 സെക്കൻഡ് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. അതുകൊണ്ട് കിട്ടുന്നത് എന്താ അറിയോ? 1000 ആയത്ത് ഓതിയ ഒരു സൂറത്ത്, ചെറിയ സൂറത്ത്, 8 ആയത്തുള്ള സൂറത്താണ് ഇത്. 1000 ആയത്തിൻ്റെ പ്രതിഫലമാണത്. ആ കൂലി ഫുൾ കിട്ടും. എന്ത്? 5 സെക്കൻഡ് കൂടെ നമ്മൾ സമയം കണ്ടെത്തിയാൽ. കാരണം സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം ഒഴിവാക്കിയിട്ട് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം ആക്കിയാൽ ഓക്കെ. ഇനി നമുക്ക് അടുത്ത സൂറത്തിലേക്ക് വരാം. സൂറത്തുൽ അസ്ർ ചെറിയ സൂറത്താണ്, 3 ആയത്തേ ഉള്ളൂ. പക്ഷെ ശരിക്കും ശ്രദ്ധിച്ചോതേണ്ട ഒരു സൂറത്താണിത്. ഈ സൂറത്ത് ഒരാൾ പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്നതാണ്.
ദോഷങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. മാത്രമല്ല ഈ സൂറത്തിൽ പറയുന്നുണ്ട് ക്ഷമ, അതുപോലെ സത്യം, ഹക്ക്, ഇതാണ് നമ്മൾ പരസ്പരം സ്വീകരിക്കേണ്ടത്, നമ്മൾ മറ്റുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ടത്, ഉപദേശിക്കേണ്ടത്. ക്ഷമിക്കാനും സത്യം പറയാനും സത്യം മാത്രം അനുസരിച്ച് ജീവിക്കാനും ഹക്ക് അനുസരിച്ച് ജീവിക്കാൻ, ക്ഷമ കൈമുതലാക്കാൻ. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഭൂമിയിൽ ആരൊക്കെ ഉണ്ടോ അവരെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉൾപ്പെടുത്തുന്നതാണ് ഈ സൂറത്ത് പാരായണം ചെയ്താൽ. നോക്കി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഓക്കെ, വൽ അസ്ർ അല്ല, വൽ അസ്ർ സ്വാദ് ഖൽഖലത്ത് വരാത്ത രൂപത്തിൽ വൽ അസ്ർ റാഉം തഫ്ഖീം ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. يعني ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി. അവിടെ ശരിക്കും ശ്രദ്ധിക്കണം, വഅമിലു നമ്മൾ നേരത്തേക്ക് ഒരുപാട് തവണ പറഞ്ഞു പോകുന്നതാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി, വഅമിലു വഅമിലു ഐന് സുക്കൂനായി വന്ന് വഅമിലു പറയാൻ പാടില്ല, വഅമിലു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ചിലപ്പോൾ ശ്രദ്ധിച്ചോതുന്ന ആളുകൾ ആ ഒരായത്ത് കംപ്ലീറ്റ് ഒരു ശ്വാസം കൊണ്ട് തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ തൽക്കാലം വഅമിലുസ് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞ് നിർത്തുക. വേറെന്താ പരിഹാരം? ഏതായാലും ശ്വാസം കിട്ടൂല, ആയത്ത് കംപ്ലീറ്റ് ആക്കാൻ ശ്വാസം കിട്ടൂല. അങ്ങനെ വന്നാൽ കേട്ടോ, എന്നിട്ട് ബാക്കി ഓതുക. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. കുടുങ്ങിയ ആളുകൾക്ക് മാത്രമുള്ള ഒരു പരിഹാരമാണിത്. നന്നായിട്ട് ശ്രദ്ധിക്കണം. സ്കാരത്തിലൊക്കെ നമ്മൾ ഓതുന്ന സൂറത്താണ്. ഓക്കെ, അടുത്ത സൂറത്തിലേക്ക് വരാം. സൂറത്തുൽ ഹുമസ. സൂറത്തുൽ ഹുമസ. സൂറത്തുൽ ഹുമസ ഒരാൾ പാരായണം ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കി, മൻ ഖറഅ സൂറത്തുൽ ഹുമസ അഅതാഹുല്ലാഹു 10 ഹസനാത്തിൻ ബിഅദദി മൻ ഇസ്തഹ്സഅ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബിഹി. ഇസ്ലാമിൻ്റെ തുടക്കകാലം മുതലൊന്ന് ആലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിച്ച, നബി തങ്ങളെയും സഹാബത്തിനെയും കളിയാക്കിയ ആളുകൾ എത്ര ഉണ്ടായിരുന്നു? അതിൻ്റെ അധ്യക്ഷനായിരുന്നു അബൂജഹൽ അല്ലേ? അവിടുന്ന് ഇങ്ങോട്ട് തൊട്ട് ഇന്നുമില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിക്കുന്ന, കളിയാക്കുന്ന, കൊച്ചാക്കുന്ന ആളുകൾ ഇല്ലേ? സാധാരണ സുബ്ഹാനല്ലാഹ് പറയാൻ വളരെ വിഷമമുണ്ട്. സാധാരണ ഒരു മനുഷ്യനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞാൽ അതിനേക്കാൾ വലിയ കൊച്ചാക്കലും പരിഹാസം ആക്കലും വേറെ എന്താ ഉള്ളത്? ആരാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? മുത്തുനബി മനുഷ്യനാണ്, ശരി, ജിന്നല്ല, മലക്കുമല്ല. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. ഈ പറയുന്ന ആളുകളൊക്കെ ഖുർആനിലെ ആയത്ത് എന്ന് പറഞ്ഞു ഓതും. ഇത് ഇന്നമാ അന ബശറും മിസ്ലുക്കും. എന്താ അർത്ഥം? മുത്തുനബി മനുഷ്യനാണ്, അല്ലാതെ മലക്കാണോ? ജിബ്രീലിനെ പോലൊരു മലക്കാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ലാതെ ജിന്നാണോ? നോ, മുത്തുനബി മനുഷ്യനാണ്. നമ്മളൊക്കെ മനുഷ്യരല്ലേ? അതേപോലെ മനുഷ്യൻ തന്നെയാണ് മുത്തുനബി, അല്ലാതെ മലക്കോ ജിന്നോ അല്ല. പക്ഷേ യൂഹാ ഇലയ്യ, അതതിൻ്റെ തൊട്ടുടനെ ഉണ്ട്. യൂഹാ ഇലയ്യ, എനിക്ക് വഹയും കിട്ടുന്നുണ്ട്, വഹയ് കിട്ടുന്ന മനുഷ്യനാണ് ഞാൻ. ഇതാണ് നബിയെ നിങ്ങൾ മനുഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ മനുഷ്യന്മാരോട് പറയണം, ഞാൻ മനുഷ്യനാണ് കേട്ടോ.
അവർക്ക് കണ്ണില്ലേ, അവർക്ക് കാതില്ലേ, അവർക്ക് ബുദ്ധിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നുണ്ടല്ലോ, മനുഷ്യനായിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ മനുഷ്യനാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? യുഹാ ഇലയ്യ, നിങ്ങൾ മനുഷ്യനാണ്, ഞാനും മനുഷ്യനാണ്, പക്ഷേ എനിക്ക് യുഹാ ഇലയ്യ, എനിക്ക് വഹയുണ്ട്. വഹി നിങ്ങൾക്ക് ഉണ്ടോ? ഇല്ല. നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? വഹി കിട്ടുന്നുണ്ടോ? ജിബ്രീൽ വരാറുണ്ട് നിങ്ങളെ ആരുടെയെങ്കിലും അടുത്തേക്ക്? എന്നിട്ട് പുതിയ സൂറത്തുകളോ പുതിയ വല്ല സന്ദേശങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ടോ? ഇല്ല. ജിബ്രീൽ വരാറുണ്ടോ? ജിബ്രീലിനെ കണ്ട ആളുകളുണ്ടോ കൂട്ടത്തിൽ? ഇല്ലല്ലോ. അത് ആർക്കേ കാണാൻ കഴിയൂ? സാധാരണ മനുഷ്യന് കാണാൻ കഴിയില്ല, അസാധാരണ മനുഷ്യർക്കേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ യൂഹ ഇലയ്യ എന്ന് പറഞ്ഞത് വലിയൊരു ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ വഹയ്യ് കിട്ടുന്ന മനുഷ്യനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ മനുഷ്യന് വഹയ്യ് കിട്ടൂല. അവൻ നബി തങ്ങൾ സാധാരണ മനുഷ്യനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സദസ്സിലേക്ക് ജിബ്രീൽ വരുന്നു അലൈഹിസ്സലാം. എന്നിട്ട് വഹയ്യ് കൊടുക്കുന്നു, ഒരു പുതിയ സൂറത്ത് കിട്ടുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചു പോകുന്നു, ആരും കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം കാണുന്നു. ആലോചിക്ക്. അപ്പോൾ ജിബ്രീലിനെ കാണാനുള്ള അലൈഹിസ്സലാം കണ്ണും കാതും ജിബ്രീൽ അലൈഹിസ്സലാമിനെ സ്വീകരിക്കാനുള്ള ഖൽബും ആർക്കേ ഉള്ളൂ? മുത്തുനബിയാകുന്ന അസാധാരണ മനുഷ്യനേ ഉള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മക്കത്തെ ഒരു മുഹമ്മദിനും ആമിനാക്കും ജനിച്ച സാധാരണ ഒരു ആളാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അങ്ങനെ പറയുന്നവരില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ, നല്ല മനസ്സ് കൊടുക്കട്ടെ, നല്ല ഈമാൻ കൊടുക്കട്ടെ എന്ന് ദുആർക്കല്ല നമ്മൾ എന്ത് ചെയ്യും? യാ റബ്ബ് റബ്ബ്. ചെറിയ വിഷയമല്ല, അന്നേ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഇനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിക്കുന്ന ആളുകൾ ഈ ഭൂമിയിൽ എത്ര എണ്ണം കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഗുണിക്കണം 10 × 10. എത്ര മനുഷ്യന്മാരുണ്ടായിട്ടുണ്ടാവില്ലേ? അവരുടെ എണ്ണത്തിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് പാരായണം ചെയ്ത ആളുകൾക്ക് സൽക്കർമ്മം കൊടുക്കും എന്നാ. നേരത്തെ പറഞ്ഞതുപോലെ അങ്ങോട്ട് പോയാൽ വിഷയം നീളുന്നത് കൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. എന്ത് ചെയ്യണം? ഈ സൂറത്ത് നമ്മൾ ശരിക്കും ഓതണം, തെറ്റില്ലാതെ ഓതണം. നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة لا إله إلا الله والله أكبر ولله الحمد. Okay? ويل لكل همزة لمزة. ويل لكل همزة لمزة. കുറേ മുമ്പ് ഒരാൾ ഇങ്ങനെ ഓതുന്നത് കേട്ടു. വൈലുൽ ലികുല്ലി ഹുമസത്തിനിൽ ലുമസ. ഹുമസത്തിനിൽ ലുമസ. നോ അങ്ങനെ ഇല്ല കേട്ടോ. ഈ ക്ലാസ് കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇത് നാവൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കുക, അങ്ങനെ തന്നെയായിരുന്നോ, എങ്ങനെയായിരുന്നു ഓതിയിരുന്നത് എന്ന്. ഹുമസത്തിനിൽ ലുമസ അല്ല, ഹുമസത്തിൽ ലുമസ. ഇദ്ഗാംബില ഗുന്ന. എങ്ങനെ? വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ الذي جمع مالا وعدده. الذي جمع مالا وعدده يحسب أن ماله أخلده. അവിടെ ആ മദ് ശ്രദ്ധിക്കണേ. യഹ്സബു ഹാ ശ്രദ്ധിക്കണേ. كلا لينبذن في الحطمة. كلا لينبذن في الحطمة وما أدراك ما الحطمة. أوكي. وما أدراك ما الحطمة.
നാറുല്ലാഹിൽ മൂഖദ. എങ്ങനെ? നാറുല്ലാഹിൽ മൂഖദ അല്ലതീ തത്വലിഉ. എങ്ങനെ? അല്ലതീ തത്വലിഉ. തത്വലിഉ പറ്റുമോ? തത്തലിഉ അതൊന്നും പറ്റില്ല. തത്വലിഉ. അലൽ അഫ്ഇദ. രണ്ട് ഐന്. നമ്മളെ നോ പറഞ്ഞിട്ടുണ്ട്. എന്ത്? രണ്ട് ഐനുകൾ അടുത്തടുത്തു വന്നത്, അതിലൽപ്പമല്ല നല്ല ശ്രദ്ധയാണു വേണ്ടത്. രണ്ട് ഐനുകൾ അടുത്തടുത്തു വന്നത്, അതിലൽപ്പമല്ല നല്ല ശ്രദ്ധയാണു വേണ്ടത്. ഫതുബിഅ അല എന്നു കൃത്യമായി പറഞ്ഞത്. ഇത് യസ്ഫഉ ഇൻദഹ് വളരെ വ്യക്തമാണത്. അല്ലേ? യസ്ഫഉ ഇൻദഹ് പോലെ. പിന്നെയോ തത്വലിഉ അലൽ പോലെ. ശ്രദ്ധിക്കുക. ഇന്നഹ അലൈഹിം മുഅ്സദ. എങ്ങനെ? ഇന്നഹ അലൈഹിം മുഅ്സദ ഫീ അമദിൻ മുമദ്ദദ. ഒപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസഹ അല്ലദീ ജമഅ മാലൻ വഅദ്ദദഹ യഹ്സബു അന്ന മാലഹു അഖ്ലദഹ കല്ലാ ലയുൻബദന്ന ഫിൽ ഹുതമഹ വമാ അദ്റാക മൽ ഹുതമഹ നാറുല്ലാഹിൽ മൂഖദഹ അല്ലതീ തത്വലിഉ അലൽ അഫ്ഇദഹ ഇന്നഹാ അലൈഹിം മുഅ്സദഹ ഫീ അമദിൻ മുമദ്ദദഹ. സൂറത്തുൽ ഫീൽ. സൂറത്തുൽ ഫീൽ. എന്താ ഫീൽ എന്ന് പറഞ്ഞാൽ? ഫീൽ ആന. അല്ലേ? ആന. ഈ ക്ലാസ് കേൾക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ആനയെ നേരിട്ട് കാണാത്ത ആളുകളുണ്ടോ? ജീവനോടെ കാണാത്ത ആളുകൾ? ഫോട്ടോയിലോ ടി വിയിലോ മൊബൈലിലോ ഒന്നും അല്ല കേട്ടോ. നേരെ ആനനെ കാണാത്ത ആളുകളുണ്ടോ? ഉണ്ടോ? ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ? ചിലപ്പോൾ ഉണ്ടാവും. അതൊന്നും പറ്റൂല. ആനയൊക്കെ ഒന്ന് കാണണമെന്നേ. ഈ ഭൂമിയിൽ കരയിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ ജീവിയല്ലേ ആന? തുമ്പിക്കൈയുള്ള. ഒന്ന് കാണണ്ടേ? അള്ളാഹുവിൻ്റെ അജബ്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച്. ആ അർത്ഥത്തിൽ ആനയങ്ങൾ നോക്കി. യാ റബ്ബ്. അത് ചുമ്മാ വെറുതെ ചോദിച്ചാണേ. ആന 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 അൽ ഫീൽ എന്ന് പറഞ്ഞാൽ ആന. ഈ സൂറത്തിന് ആ പേര് വരാനുള്ള കാരണം നിങ്ങൾക്ക് അറിയില്ലേ? എന്താ? അന്ന് കഅബ പൊളിക്കാനായിട്ട് വന്നു യമനിലെ രാജാവ്. അയാളുടെ പേരെന്തായിരുന്നു? അബ്രഹത്ത്. എങ്ങനെയാണ് വന്നത്? സാധാരണ അന്നത്തെ സൈന്യം കുതിരയും ഒട്ടകമൊക്കെ ആയിരിക്കും. അതിന്മേലൊന്നുമല്ല വന്നത്. എന്നെയോ ആനപ്പുറത്ത്. അല്ലേ? ആരെയും വിറപ്പിച്ച് പേടിപ്പിച്ച് എന്ത് വന്നാലും ആനപ്പുറത്താണ് വരുന്നത്. വലിയൊരു സൈന്യം. എന്തിനു വേണ്ടി? കഅബ പൊളിക്കാൻ വേണ്ടിയിട്ട്. എന്താ സംഭവിക്കേണ്ടത് സംഭവിച്ചു. എന്തായിരുന്നു സംഭവിക്കേണ്ടത്? ആ സൈന്യത്തെ നശിപ്പിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു. എത്ര സിമ്പിളായിട്ട് അല്ലേ? എത്ര സിമ്പിളായിട്ട്. ആ ചരിത്രമൊക്കെ ഭയങ്കര രസമല്ലേ? മാഷാ അല്ലാഹ്. അപ്പോഴേ ആനപ്പടയെ അള്ളാഹു നശിപ്പിച്ചു. കഅബയിലേക്ക് എത്താൻ സാധിച്ചോ? ഇല്ല. ഓക്കെ. മുസ്ലിം മക്കൾ ഹജ്ജിന് പോകും മക്ക എന്നൊരു ദേശത്ത് കഅബ പൊളിക്കാനായി വരുന്നു യമനിലെ രാജൻ അബ്രഹത്ത്. ആനകളും കുറെ ആളുകളൊത്ത് മക്കയിലെത്താൻ നേരത്ത് കുഞ്ഞിക്കല്ലുകളേന്തി അബാബിൽ കുരുവികളെത്തി മാനത്ത്. താഴോട്ടെറിയും കല്ലുകൾ തലയിൽ വീണവരെല്ലാം മയ്യത്ത്. കഅബ സുരക്ഷിതമെന്നും ഇന്നും എല്ലാം റബ്ബിൻ ഖുദ്റത്ത്. ഇതാണ് കഅബ വിളിക്കാൻ വേണ്ടി വന്ന അബ്രഹത്തിനും കൂട്ടർക്കും ഉണ്ടായത് അല്ലേ? ആ വിഷയം പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഫീൽ. മൻ ഖറഅ സൂറത്തുൽ ഫീൽ. ആരെങ്കിലും സൂറത്തുൽ ഫീൽ ഓതിയാൽ അഅഫാഹുല്ലാഹു അയ്യാമ ഹയാതിഹി മിനൽ ഖസ്ഫി വൽ മസ്ഖ്
ഹസ്ഫിനെ തൊട്ടും മസ്ഖിനെ തൊട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സംരക്ഷണം നൽകും. ഹസ്ഫ് മസ്ഖ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ നിങ്ങൾ, മനുഷ്യൻ്റെ രൂപം മാറ്റുക, കോലം മറിക്കുക എന്നാണ് പഴയ കാലത്ത് അതിനർത്ഥം പറയും. കോലം മറിക്കുക, ഭൂമി പിടിച്ച് വിഴുങ്ങുക. ഭൂമി പിടിച്ച് വിഴുങ്ങലിൻ്റെയും കോലം മാറ്റലിൻ്റെയും ഒക്കെ ഒരു പുതിയ രൂപങ്ങൾ അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. യാ റബ്ബ് റബ്ബ്, എന്തെല്ലാം ശിക്ഷകളാണ്, അദാബുകളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ദൃഷ്ടാന്തമായി കാണിച്ചു തരുന്നത്. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാവലാകട്ടെ, ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു കാക്കട്ടെ. ഏതായിരുന്നാലും ഈ സൂറത്തുൽ ഫീൽ ഓക്കെ റമളാൻ വരാൻ പോവാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ദുആ തുടങ്ങും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാന വ ബല്ലിഗ്നാ റമളാൻ. അല്ലേ, റമളാൻ എത്തിക്കഴിഞ്ഞാൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്ത് നമുക്കൊക്കെ സുപരിചിതമാണ്. എങ്ങനെ തറാവീഹിൽ ശരിക്കും ശ്രദ്ധിക്കണം, നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകളാണ് ഇതൊക്കെ. അതുകൊണ്ട് നമുക്ക് സൂറത്തുൽ ഫീൽ ഒന്നോതാം. ശരിക്കും ശ്രദ്ധിച്ചു നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول لا إله إلا الله والله أكبر വലില്ലാഹിൽ ഹംദ്. തുടക്കം നോക്കി. അലം തറ, എങ്ങനെ അലം തറ, അലം മീമല്ലേ. കുറേ ആളുകൾ അലന്തറ ഒന്ന് അലന്തറ അലന്തറ കൈഫ. യാ റബ്ബ് റബ്ബ് റബ്ബ്, എന്ത് ചെയ്യണം അല്ലേ. അലം തറ തറ റോ 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 റോ. അലം തറയല്ല, തറ നമ്മൾ വീടിനും മറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് തറകളുണ്ട്. തറകൾ റ എന്ന ഹർഫിനുള്ള വിധികളെ അറിയണേ, അറമറ പറ ഇതല്ല റോ എന്നോർക്കണേ. റോ എന്ന ഹർഫിനുള്ള വിധികളെ അറിയണേ, അറമറ പറ ഇതല്ല റോ എന്നോർക്കണേ. ഗുരുവിൻ്റെ നേരെ ചാരി നിന്ന് റോ പറയണേ, ഖനം കുറച്ചരിവൊരീടും പഠിക്കണേ. അള്ളാഹുവിൻ്റെ പോരിശക്കലാം ഖുർആൻ, അതു മാനവർക്ക് മാർഗദർശിയാണ് തിബിയാൻ. അപ്പോൾ എന്തു വേണം? മലയാളത്തിൽ നമ്മൾ പറയുന്ന തറ, അലം തറ, അത് തറ ഓത്താണ്, പാടില്ല. അലം തറ. അവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യങ്ങളുണ്ട്. റോ എന്നതിനെ നമ്മൾ വായ നിറച്ച് തൊടിപ്പിച്ച് പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ത എന്നുള്ളത് തോ ആകും. എന്നിട്ട് അലം തൊറ, യാ റബ്ബ്, തൊറയല്ല പിന്നെയോ ചെറ ചെറ. ഓക്കെ, അലം ചെറ അലം ചെറ അലം ചെറ. കൈഫ ഫഅല റബ്ബുക റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അസ്ഹാബ് എന്നുള്ളതിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അസ്ഹാബുൻ എന്നുള്ളതിൽ സാദിന് പകരം സീനു പറഞ്ഞാൽ എന്തായി പോകും? ആളുകൾ എന്നതു മാറി കാർമേഘം എന്നാകും സീന് പറഞ്ഞാൽ. അപ്പോൾ അസ്ഹാബ് എന്ന് പറഞ്ഞാൽ ആളുകൾ എന്നർത്ഥം, അസ്ഹാബ് എന്ന് പറഞ്ഞാൽ കാർമേഘം എന്നാണ് അർത്ഥം. കണ്ടോ? ബി അസ്ഹാബിൽ ഫീൽ. അലം യജ്അൽ, അവിടെയും അല യജ്അൽ അല്ല, അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. ഓക്കെ, പിന്നെയോ വഅർസല അലൈഹിം നോക്കണേ. വഅർസല അലൈഹിം طيرا أبابيل طيرا أبابيل طيرا നബാബീൽ എന്നല്ല, അബാബീൽ പക്ഷികൾ എന്നാണ് ആ പക്ഷികളുടെ പേര്. അവയുടെ ചുണ്ടിലായിരുന്നു ആ തീക്കട്ടുണ്ടായിരുന്നത്, സിജ്ജിലുണ്ടായിരുന്നത്. ഇട്ടു ക്ലോസ് ആള്. അപ്പോൾ طيرا أبابيل ترميهم بحجارة من سجيل. ഓക്കെ,
തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. തർമീഹിം ബി ഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ധാരാളം നിയമങ്ങൾ. ഫജഅലഹും കഅസ്ഫിൻ. കഅസ്ഫിൻ അസ്ഫിൻ ത. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ഒപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. വഅർസല അലൈഹിം طيرا അബാബീൽ. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ഇനിയോ സൂറത്തു ഖുറൈശ്. സൂറത്തു ഖുറൈശ് ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് സൂറത്തു ഖുറൈശ് അല്ലേ? അപ്പോൾ സൂറത്തു ഖുറൈശ് ഓതാം. ഇക്കഴിഞ്ഞ 5 വഖത്തില്ലേ നമ്മൾ നിസ്കരിച്ച ആ നിസ്കാരത്തിൽ ഏതെങ്കിലും നിസ്കാരത്തിൽ മിക്കവാറും ആളുകൾ സൂറത്തു ഖുറൈശ് ഓതിയിട്ടുണ്ടാവും. അതായത് അത്രയും നമ്മൾ ഓതുന്ന സൂറത്താണ് എന്നർത്ഥം. സൂറത്തു ഖുറൈശ് ഓതിയാലോ? മൻ ഖറഅ സൂറത ലിഈലാഫി ഖുറൈശ്. ഒരാൾ ലിഈലാഫി ഖുറൈശ് എന്ന സൂറത്ത് ഓതിയാൽ അഅതാഹുല്ലാഹു 10 ഹസനാത്തിൻ ബിഅദദി മൻ ത്വാഫ ബിൽ കഅബതി വഅതകഫ ബിഹാ. സൂറത്ത് ഖുറൈശ് ഒരാൾ ഓതിയാൽ കഅബ തവാഫ് ചെയ്ത അവിടെ എഴുത്തിക്കാഫിരുന്ന ആളുകളുടെ എണ്ണത്തിൻ്റെ 10 ഇരട്ടി സൽക്കർമ്മം. ആ എണ്ണത്തിൻ്റെ 10 ഇരട്ടി. നേരത്തെ പറഞ്ഞതുപോലെ ഇൻറ്റു 10. കഅബ കാണാത്തവരുണ്ടോ? മക്കത്ത് പോവാത്തവരുണ്ടോ? നമ്മുടെ തദ്രീബ് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ പലരും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ മക്കയിലും മദീനയിലും ഒക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾക്ക് പോകാൻ ആഗ്രഹമുണ്ട്. കുറേ ആളുകൾ വിളിച്ച് സദേ ഉംറക്ക് പോകണം, ഹജ്ജിന് പോകണം, അതിനുള്ള തൗഫീഖ് കിട്ടണം എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പറയാറുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും മക്കയിലും മദീനയിലും എത്തിക്കട്ടെ. ഞങ്ങൾ വളരെ ചെറുപ്പം മുതൽ തന്നെ കഅബ എന്ന് കേൾക്കുമ്പോൾ, മക്ക എന്ന് കേൾക്കുമ്പോൾ, മദീന എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെയുള്ള ഒരു താല്പര്യവും സന്തോഷവും ആനന്ദവും എത്രയാണ് അല്ലേ? കഅബ കാണാൻ ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും ഒരു വിശ്വാസി ഉണ്ടാവില്ലല്ലോ. മദീനയിലേക്ക് എത്താൻ ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും ഒരു മുഅ്മിൻ ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും മക്കയിലെത്തിക്കട്ടെ, മദീനയിലെത്തിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാര ചെന്ന് ആ 1-2 മീറ്റർ അടുത്ത് വെച്ചിട്ട് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് നേരിട്ട് പറയാനൊരു അവസരം കിട്ടുമെന്ന് പറഞ്ഞത് ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്, സന്തോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അല്ലേ? വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളൊക്കെ ഒരുപാട് പാടിയിട്ടുണ്ട്. എന്ത്? ത്വാഹ റസൂലൊളി വീശിയ നാട്ടിൽ താരകമായൊരു ബൈത്തുല്ലാഹ്, പാരിനി ചാരുതയേകിടും വീട്ടിൽ പോയി വരാൻ തുണയേകല്ലാഹ്. കഅബ പുണ്യ കഅബ. കേട്ടില്ലേ? പഴയ ആളുകൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. ഒരു 10-35-40 കൊല്ലം മുമ്പ് ആളുകൾ എല്ലാവരുടെയും ചുണ്ടലുണ്ടായിരുന്നൊരു പാട്ടായിരുന്നത് കഅബ പുണ്യ കഅബ. ഓർക്കുണ്ടോ? അന്ന് മുതലേ നമ്മളെ ഖൽബിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണ് ഇതൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും മക്കയിലെത്തിക്കട്ടെ, മദീനയിലെത്തിക്കട്ടെ. ആ മക്കയിൽ കഅബയിൽ ചെന്ന് തവാഫ് ചെയ്ത ആളുകൾ ലോകത്ത് എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല, കോടിക്കണക്കിനായിരിക്കും. അവരുടെയൊക്കെ എണ്ണത്തിൻ്റെ 10 ഇരട്ടി, അവിടെ ഇഴ്തികാഫിരുന്ന ആളുകളുടെ 10 ഇരട്ടി പ്രതിഫലം കിട്ടും. ഏത് സൂറത്തിന്? സൂറത്ത് ഖുറൈശ്. നോക്കിയേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്
فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف لا إله إلا الله والله أكبر ولله الحمد. لإيلاف قريش لإيلاف قريش إيلافهم رحلة الشتاء والصيف. ഈ ആയത്ത് ഓതുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കണ്ടുവരുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈലാഫിഹിം റിഹ്ലത ശിതാഇ. ശരിക്കും നോക്കി, ശിതാ എന്നതിൽ ഷീന് ശേഷം താ ആണുള്ളത്. ആ താഇന് പകരം തോ പറയുന്ന ആളുകൾ ധാരാളമുണ്ട്. റിഹ്ലത ശിതാഇ, നോ നോ നോ, റിഹ്ലത ശിതാഇ അല്ല, റിഹ്ലത ശിതാഇ. വസ്സൈഫ് فليعبدوا رب هذا البيت. اوكي، فليعبدوا رب هذا البيت. فليعبدوا فليعل فليعبدوا رب هذا البيت. ഇവിടേക്ക് ഖുറൈശ് വസ്സൈഫ് ഹാദൽ ബൈത്ത്, ഇവിടേക്കുള്ള മദ്ദിൻ്റെ പേരെന്താ നിർത്തുമ്പോൾ? ഏതാണ് മദ്? അതാണ് മദ്ദുല്ലീൻ. ലീൻ, മദ്ദുല്ലീൻ. മദ്ദുല്ലീൻ നമ്മൾ ശരിക്കും പഠിച്ചില്ലേ? നോക്കി മദ്ദുല്ലീനു പഠിക്കണം, മൗത്തിലെ മദ്ദിനെ നോക്കണം. ലീനിൻ ഹർഫിൻ പിറകെ സുകൂൻ പുതുതായതിതെന്നും ഓർക്കണം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മറന്നോ മദ്ദുല്ലീൻ? ഇല്ല. അപ്പോൾ ഹാദൽ ബൈത്ത് മദ്ദുല്ലീൻ. അടുത്തതും അല്ലദീ മദ്ദുണ്ട്. അത്അമഹും അത്അമഹും മിൻ ജൂഅ്. അവിടെ മീമിന് ശേഷം മീമ് വന്ന ഇദ്ഗാമുണ്ട്, പിന്നെയോ ഇഖ്ഫാ ഉണ്ട്. വആമനഹും മിൻ ഖൗഫ്. സൂറത്ത് ഖുറൈശ്. അടുത്ത സൂറത്തോ സൂറത്തുൽ മാഊൻ. സൂറത്തുൽ മാഊൻ അല്ലേ? സൂറത്തുൽ മാഊൻ ഒരാൾ പാരായണം ചെയ്താൽ മൻ ഖറഅ സൂറത അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഗുഫിറ ലഹു ഇൻ കാന ലിസ്സകാത്തി മുഅദ്ദിയാ. ഓൻ സക്കാത്ത് കൊടുക്കുന്ന മനുഷ്യനാണോ അള്ളാഹുവിൻ്റെ ദോഷം പുറത്തു കൊടുക്കും. സക്കാത്ത് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ സംഭവമല്ല കേട്ടോ. അതൊക്കെ ശരിക്കും നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സക്കാത്ത് കൊടുക്കേണ്ട സംഗതികളെ ഒരുപാടുണ്ട്. നമ്മളെ കേരളീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ആട്, പശു എന്നിവക്ക് ഒരു നിശ്ചിത എണ്ണം ഉണ്ടല്ലോ. അത്രയൊന്നും ആട് ഒരാൾക്കില്ലെങ്കിൽ സക്കാത്തില്ല, ശരിയാ. പശുക്കളും ഒക്കെ അത്രയൊന്നും ഇല്ലെങ്കിൽ ഓക്കെ. പക്ഷേ സാധാരണ സക്കാത്ത് കൊടുക്കാൻ അർഹരായ ഒരുപാട് ആളുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നല്ലൊരു ഉസ്താദിനോട്, മീൻസ് ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന ഉസ്താദിൻ്റെ അടുത്ത് പോയി നമ്മളെ ഭാഗം കൃത്യമായി പറഞ്ഞ് അതിൻ്റെ സക്കാത്ത് അത് അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണം. കച്ചവടത്തിന് സക്കാത്തുണ്ട്. ഞാൻ മസ്അലയിലേക്ക് കിടക്കല്ല. കച്ചവടത്തിന് സക്കാത്തുണ്ട്. ഏതെല്ലാം കച്ചവടത്തിനാണ് സക്കാത്ത്? അതെപ്പോഴാണ് കൊടുക്കേണ്ടത്? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിൻ്റെ അർഹർക്ക് എങ്ങനെയാണോ കൊടുക്കേണ്ടത് ആ രൂപത്തിൽ കൊടുക്കുകയും വേണം. ആ വിഷയത്തിൽ ധാരാളം അലംഭാവം കാണുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക്. ചില ആളുകൾ സക്കാത്തിൻ്റെ കൃത്യതയൊന്നും നോക്കൂല. അവർ സക്കാത്തിൻ്റെ കാശിയൊന്നും പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കും. അവകാശികൾക്കാണോ കൊടുക്കുന്നത്? അതിൻ്റെ നിശ്ചിത കണക്ക് വെച്ചിട്ടാണോ കൊടുക്കുന്നത്? ഇതൊന്നും അങ്ങനെയൊന്നുമല്ല. സക്കാത്ത് എന്ന് പറഞ്ഞത് ഫർളായൊരു സംഗതിയല്ലേ, ഇസ്ലാം കാര്യത്തിൽ എണ്ണിയ സംഗതിയല്ലേ. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് തന്നെ വേണം. സദഖ വേറെ, സക്കാത്ത് നിർബന്ധമായത് വേറെ. രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ കാണുകയും നിർബന്ധമായ സക്കാത്ത് അതിൻ്റെ കറക്റ്റ് ആ രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്യുകയും വേണം. അതിന് നമ്മളൊക്കെ ഏത് ഫീൽഡിലാണോ ഉള്ളത് അത് കൃത്യമായി ഒരു ആലിമിൻ്റെ മുന്നിൽ പോയി അവതരിപ്പിച്ച് എൻ്റെ കച്ചവടം ഇന്നതാണ്,
ഞാൻ ഇത്ര രൂപയുടെ കച്ചവടമാണ് തുടങ്ങിയിട്ടുള്ളത്, ഇപ്പോൾ അതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ എന്താ സക്കാത്ത് കൊടുക്കാൻ ചെയ്യേണ്ടത്, എനിക്ക് എത്രയാ സക്കാത്ത്, ഇതൊക്കെ കൃത്യമായി പഠിച്ച് തന്നെ ചെയ്യണം. ഓക്കെ. അപ്പോൾ അങ്ങോട്ട് പോവല്ല, ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. നമുക്കോതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون لا إله إلا الله والله أكبر ولله الحمد. Okay. أرأيت الذي يكذب بالدين. أرأيت നേരത്തെ നമ്മൾ അലം തറ പറഞ്ഞതുപോലെ أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم. നോക്കണേ, فذلك الذي പിന്നെന്താ ദു അത് കഴിഞ്ഞ് ശ്രദ്ധുൽ ഐൻ യദുഉ. എന്നാലോ കേൾക്കണേ, എത്ര ആളുകളുണ്ട് യദുഉ എന്നുള്ളിടത്ത് യദ്ഉ എന്ന് ഓതുന്നവർ. നേരെ ഓപ്പോസിറ്റ് അർത്ഥം വരിക, അറിയോ നമുക്ക്? അതുകൊണ്ട് ശ്രദ്ധിച്ച് യദുഉ എന്ന് തന്നെ പറയണം, യദ്ഉ പറയരുത്. പിന്നെ ചില ആളുകളൊക്കെ യദുഉ എന്ന ഐനിന് ശ്രദ്ധ വരുമ്പോൾ ഹംസയിലേക്ക് വരാറുണ്ട്, അതും വരാൻ പാടില്ല. യദുഉൽ യതീം യദുഉ ട്ടോ. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. എങ്ങനെ? വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. ഒന്നുകൂടെ, ഫവൈലുൻ. അവിടെ നമ്മൾ എപ്പോഴും പറയലുണ്ട് എന്ത്, ഫാൻ്റെ ഉടനെ വാ പറഞ്ഞാൽ ഫവ ആവരുത്, ഫെവിക്കോൾ മാതിരി എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ الذين هم يراءون مد متصل ويمنعون الماعون ഇനി നമ്മൾ ഒരുമിച്ച് നോക്കണം. ആദ്യം ലീലാഫി ഖുറൈശിന് ഒരുമിച്ച് ഓതുക. റെഡി? എന്നിട്ട് സൂറത്തുൽ മാഊൻ. റെഡി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. يعني سورة الماعون. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون.
ഒരു സൂറത്തും കൂടെ ഓതാം. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് സൂറത്തുൽ കൗസർ. അതുകൂടെ ഓതിയിട്ട് നമുക്ക് നിർത്താം കേട്ടോ. ബാക്കിയുള്ള സൂറത്തുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഞായറാഴ്ച മഅദിനിൽ വെച്ച് ഫിസിക്കലായിട്ട് ഓതാം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. സൂറത്തുൽ കൗസർ, മൻ ഖറഅ സൂറത്തുൽ കൗസർ, ഒരാൾ സൂറത്തുൽ കൗസർ ഓതിയാൽ സഖാഹുല്ലാഹു മിൻ കുല്ലി നഹ്രിൻ ലഹു ഫിൽ ജന്ന, സ്വർഗത്തിലെ നദികളിൽ നിന്നൊക്കെ. സ്വർഗത്തിലെ നദികളുണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലേ, ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലെ നദികളിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുടിപ്പിക്കും. സ്വർഗത്തിലെ നദികളിൽ നിന്ന് കുടിപ്പിക്കും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെത്തുന്നുള്ള കാര്യം ഉറപ്പായപ്പോൾ അല്ലേ, തീർന്നില്ല. വയക്തുബു ലഹു 10 ഹസനാത്തിൻ ബിഅദദി കുല്ലി ഖുർബാനിൻ ഖറബഹുൽ ഉബാദു ഫീ യൗമിൻ നഹ്രിൽ അദീം. നമ്മൾ ബലിപെരുന്നാൾക്ക് ഉൾഹയ്യത്ത് അറക്കാറുണ്ട് അല്ലേ, ഉൾഹയ്യത്ത് അറക്കാറുണ്ട്. ഈ ലോകത്ത് എത്ര ആളുകൾ എത്ര ഉൾഹയ്യത്ത് അറച്ചിട്ടുണ്ടാവും ഇക്കാലത്തിനിടയ്ക്ക്? അല്ല, മൊത്തത്തിൽ അതിൻ്റെയൊക്കെ 10 ഇരട്ടി എണ്ണം കണ്ട് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കും. ഏതാ സൂറത്ത്? സൂറത്തുൽ കൗസർ, ഏറ്റവും ചെറിയ സൂറത്ത്. ഓതിയാലോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. لا إله إلا الله والله أكبر ولله الحمد. إنا أعطيناك الكوثر. ശദ്ദുള്ള നൂനും മദ്ദും. ഇന്ന അഅ്തൈനാക പറ്റില്ല. إنا أعطيناك الكوثر. كوثر فصل لربك وانحر. ഫസല്ലി സാദ് വേണം, ഫസല്ലി അല്ല. ലിറബ്ബിക റ വേണം, റ റ റ റ റ റ പോരാ. വൻഹർ ഹ വേണം, കുറേ ആളുകൾക്ക് ഹ ആണ്. വൻഹർ വൻഹർ രണ്ടും രണ്ടാണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. എങ്ങനെ? ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്ന ശാനിഅക, ശാനിയ അല്ല, ശാനിഅക ഹുവൽ അബ്തർ ആണ്. ഹുവൽ അബ്തർ അല്ല, ഹുവല്ലല്ലല്ല, ഹുവൽ അബ്തർ. ഓക്കെ, ഒരുമിച്ച്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. സദഖല്ലാഹുൽ അദീം. وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത്രയും നീണ്ട ഒരു പീരീഡിൽ 180 ക്ലാസ് ഇതോടുകൂടെയായി. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ പഠനത്തിൽ ശ്രദ്ധ കൊടുത്ത, അതിന് താല്പര്യം കാണിച്ച ആയിരക്കണക്കായ ആളുകളാണ് ഈ ഇരിക്കുന്നത്. ഒരു കാര്യം നമുക്കെല്ലാവർക്കും ഉറപ്പിക്കാം, തീർച്ചയായും ഉറപ്പിക്കാം. പരിശുദ്ധ ഖുർആനിനെ മഹബത്ത് വെച്ച് അള്ളാഹുവിൻ്റെ കലാമിനെ സ്നേഹിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത്, കേൾക്കുന്നത്. അള്ളാഹുവിൻ്റെ ഖുർആനിനോടുള്ള മഹബത്ത് കാരണം മാത്രം. ഈ മഹബത്ത് നമ്മൾ മരിക്കുവോളം നിലനിർത്തണം. അതിൻ്റെ ഭാഗമായി നമ്മളെല്ലാവരും കൃത്യമായി ഖുർആൻ ഓതണം. നിത്യം നമ്മൾ ഓതുന്ന സൂറത്തുകൾ, സൂറത്തുൽ മുൽക്കും സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ യാസീൻ അടക്കം, അതിൻ്റെ എല്ലാം വീഡിയോ എപ്പോഴും യൂട്യൂബിലുണ്ടാവും. അത് ആവശ്യമുള്ള സമയത്തൊക്കെ ഇടയ്ക്ക് കേട്ട്, നമ്മൾ ഖത്ം ഓതുന്ന സമയത്ത്
ഏതെങ്കിലും ഭാഗത്ത് സംശയങ്ങളുണ്ടെങ്കിൽ അത് തീർത്ത് ഈ ക്ലാസ്സുകളൊക്കെ ഇടയ്ക്കിടെ നമ്മൾ ഓരോ ക്ലാസ്സുകൾ ഇങ്ങനെ സൗകര്യം പോലെ കേട്ട് വീണ്ടും ഇതിൽ പഠിതാക്കളായിട്ട് തന്നെ നമ്മൾ തുടരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ഒരു വട്ടം ക്ലാസ് കേട്ടതുകൊണ്ട് മാത്രമാവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. എത്ര തവണ കേൾക്കുന്നോ അത്രയും നമുക്ക് വീണ്ടും വീണ്ടും പുതിയ അറിവുകൾ ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്, ഷുവറാണ്, 100%. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് ഓതാനുള്ളത് സൂറത്തുൽ കാഫിറൂൻ മുതലാണ്. അവിടെ മുതൽ അവസാനം വരെ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരിട്ട് ഓതാം. വരാൻ കഴിയാത്ത ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ലൈവ് ഉണ്ടാവും. അതിലൂടെ എല്ലാവരും കേൾക്കുക, കാണുക. മജ്ലിസിൽ ദുആ ചെയ്യുമ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. ഉപദേശങ്ങൾ ഉസ്താദുമാരുടെ ദുആവും പ്രസംഗങ്ങളും എല്ലാം ഉണ്ടാവും. എല്ലാം കേട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ വരാൻ കഴിയാത്ത ആളുകൾ വിഷമിക്കരുത്. എല്ലാവർക്കും എല്ലാ പ്രോഗ്രാമിലും എത്തിപ്പെടുക എന്നുള്ളത് സാധ്യമല്ലല്ലോ. അവരും ഇൻഷാ അല്ലാഹ് ശരീരം കൊണ്ട് മഅദിനിലല്ലെങ്കിലും അവരെല്ലാവരും മനസ്സുകൊണ്ട് മഅദിനിലായിരിക്കും. ഉസ്താദന്മാരുടെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ആ മഅദിൻ്റെ തിരുമുറ്റത്ത് ഒരുമിച്ച് കൂടിയവരെ പോലെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്യും. അവിടെ വരുന്ന ആളുകളുടെയൊക്കെ മനസ്സിൽ വരാത്ത ആളുകളും ഉണ്ടാവും. ദുആയിൽ മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളൊക്കെ മനസ്സിലുണ്ടാവും എന്ന് വിചാരിക്കുക. തീർത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന മജ്ലിസായിട്ട് ആ മജ്ലിസ് നടക്കണം. അല്ലാഹു തആല ഇന്ന് തൗഫീഖ് തരട്ടെ. നമ്മുടെ ആലിമീങ്ങളുടെ, വലിയ ആലിമീങ്ങളുടെ, സാദാത്യങ്ങളുടെ, ഉലമാഇൻ്റെ പണ്ഡിതന്മാരുടെയും മുത്തു മുഅ്മിനീങ്ങളുടെയും മജ്ലിസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. പടച്ചവനെ, അല്ലാഹുവേ, വർഷങ്ങളായി പരിശുദ്ധമായ ഈ തദ്രീബിൽ, ഈ ഖുർആൻ ഖത്മ് ക്ലാസ്സിൽ ഞങ്ങൾ ഇരിക്കുന്നു റബ്ബേ. നിൻ്റെ പരിശുദ്ധമായ ഖുർആനിനെ മോഹിച്ചുകൊണ്ടാണ്, നിൻ്റെ പരിശുദ്ധ ഖുർആനിനെ, നിൻ്റെ കലാമിനെ സ്നേഹിച്ചുകൊണ്ടാണ് അല്ലാഹുവേ ഞങ്ങൾ ഇത്രയും നീണ്ട കാലം പരിശുദ്ധമായ ഖുർആനിൻ്റെ ക്ലാസ് കേട്ടത്, ഞങ്ങൾ എഴുതി വെച്ചത്, ഞങ്ങൾ മഖ്റജുകളുടെ ചിത്രങ്ങൾ വരച്ചത്, ഞങ്ങൾ മദ്ദുകൾ എഴുതി പഠിച്ചത്, ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കലിമത്തുകൾ എഴുതി വെച്ചത്, എഴുതാൻ കഴിയാത്ത ആളുകൾ മനസ്സിലത് സൂക്ഷിച്ചു വെച്ചത്. അല്ലാഹുവേ, ഒരുപാട് ഉമ്മമാരുണ്ട് അല്ലാഹുവേ. പലരും അവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. ആരോഗ്യപരമായി, ശാരീരികമായി, സാമ്പത്തികമായി ഒക്കെ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ, തദ്രീബിൻ്റെ ഒന്നാമത്തെ ക്ലാസ് മുതൽ ഇതുവരെ ഈ ക്ലാസ്സുകളിലൂടെ ദുആ കൊണ്ട് ഏൽപ്പിച്ച ആരൊക്കെയുണ്ടോ റബ്ബേ, അവരുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണം അല്ലാഹ്. അവരുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശ്യങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണം അല്ലാഹ്. പടച്ചവനെ, ദുആ ചെയ്യാൻ പറഞ്ഞതിനേക്കാളേറെ മനസ്സിൽ അല്ലാഹുവേ ദുആയിൽ എല്ലാം മനസ്സിൽ കൊണ്ട് ആമീൻ പറയുന്ന ആളുകളുണ്ട്. അവർ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ അങ്ങനെയുള്ളവരുണ്ട്. അവരുടെയൊക്കെ ഖൽബിൻ്റെ, ഹൃദയത്തിൻ്റെ ഉള്ളറിയുന്ന അല്ലാഹ്, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവർക്കും ദുആ ചെയ്യാൻ പറയാതെ മനസ്സിൽ ദുആ കൊണ്ട് ഞങ്ങൾ കടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അല്ലാഹുവേ, എല്ലാവരെയും, തദ്രീബ് കുടുംബത്തിലെല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ ഖൈറാത്തുകളും നൽകണേ അല്ലാഹ്. എല്ലാ ശർറുകളിൽ നിന്നും അവരെയും ഞങ്ങളെയും നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളൊക്കെ മനുഷ്യരാണ്. പ്രത്യേകിച്ച് ആഖിർ സമാനിൽ ഈ അവസാന കാലത്ത് ജീവിക്കുന്ന പാപികളാണ് റബ്ബേ. ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. പടച്ചവനെ, വേണ്ടാന്ന് വിചാരിച്ചാലും ഞങ്ങൾ ഹറാമ് കാണുന്നു, ഹറാമ് കേൾക്കുന്നു. പടച്ചവനെ അല്ലാഹ്, ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയ വിശുദ്ധ ഖുർആനിൻ്റെ ഈ ഖത്മിൻ്റെ പ്രത്യേകത കൊണ്ട്, ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാഹ്. നീ പുറത്തു തരണേ അല്ലാഹ്. നിന്നോടല്ലാതെ ഞങ്ങൾക്ക് ആരോടാണ് റബ്ബേ ചോദിക്കാനുള്ളത്? പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടല്ലാതെ ഞങ്ങൾക്ക് മറ്റെങ്ങനെയാ റബ്ബേ നിന്നോട് ചോദിക്കാനുള്ളത്? അല്ലാഹുവേ, ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ് ഞങ്ങളെ ഖൽബ് നീ ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് വിഷമങ്ങളുള്ളവരുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ളവരുണ്ട്. അല്ലാഹുവേ, ഈ കുടുംബത്തിലെ ഒരുപാട് ആളുകൾക്ക്
പുറത്തു പറയാൻ കഴിയാത്ത തരത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവരുണ്ട്. അള്ളാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും അവർക്കും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ സലാമത്ത് നൽകണേ അള്ളാഹ്, നീ രക്ഷ നൽകണേ അള്ളാഹ്, നീ ശിഫ നൽകണേ അള്ളാഹ്. പടച്ചവനെ, ഒരുപാട് പ്രായമുള്ള ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഒരുപാട് സയ്യിദുമാരുണ്ട്, ഒരുപാട് സയ്യിദത്തുമാരുണ്ട്, ബീവിമാരുണ്ട്, തങ്ങന്മാരുണ്ട്. പടച്ചവനെ, ആലിമീങ്ങളുണ്ട്, ഒരുപാട് മുഅല്ലിമീങ്ങളുണ്ട്, ഒരുപാട് മുത്തഅല്ലിമീങ്ങളുണ്ട്, ഒരുപാട് ചെറുപ്പക്കാരികളുണ്ട്, ചെറിയ ചെറിയ മക്കളുണ്ട്, 5ഉം 8ഉം വയസ്സായ മക്കൾ. അള്ളാഹുവേ, അവർ ക്ലാസ് ഉമ്മാൻ്റെ കൂടെ ഇരുന്ന് കൃത്യമായി കേൾക്കുന്നു. അല്ലാഹ് അല്ലാഹ് എല്ലാവർക്കും ഖുർആനിൻ്റെ കാവൽ നൽകണേ അല്ലാഹ്, ഖുർആനിൻ്റെ കാവൽ നൽകണേ അല്ലാഹ്. വിശുദ്ധമായ ഈ നല്ല മജ്ലിസിന്, ഈ പരിശുദ്ധമായ ഈ വളരെ വലിയ മഹത്വമുള്ള ഈ സംരംഭത്തിന് ഞങ്ങൾക്ക് അവസരം നൽകിയ ഞങ്ങളെ ഉലമാക്കളുണ്ട്, ഞങ്ങളെ ആലിമീങ്ങളുണ്ട്. അഭിവന്ദരായ സുൽത്താനുൽ ഉലമ AP ഉസ്താദ്, അല്ലാഹുവേ, അവരാണ് ഈ സംരംഭം ഞങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്ത് തുടങ്ങി തന്നത്. പടച്ചവനെ, അവർക്ക് നീ ആയുസ് വർദ്ധിപ്പിക്കണേ അല്ലാ, ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ് നീ നൽകണേ അല്ലാ. അതുപോലെ സയ്യിദ് അലി ബാഫഖി തങ്ങൾ, ബദറുസ്സദാത്ത് ഖലീൽ തങ്ങൾ ഉപ്പാപ്പയടക്കം, റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അടക്കം, പേരോട് ഉസ്താദ് അടക്കം, കോട്ടൂർ ഉസ്താദ് അടക്കം, പൊന്മള ഉസ്താദ് അടക്കം. പടച്ചവനെ, ഞങ്ങൾ പേര് പറഞ്ഞതും പറയാത്തവരുമായ ഞങ്ങളെ നേതൃത്വത്തിലുള്ള ഒരുപാട് സയ്യിദുമാരുണ്ട്, ഉലമാ ഉണ്ട്, ഉമറാ ഉണ്ട്, പ്രവർത്തകരുണ്ട്. അല്ലാഹ് പടച്ചവനെ, അതുപോലെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഓടി നടക്കുന്ന പ്രവർത്തകരുണ്ട്. അല്ലാഹ് എല്ലാവർക്കും പരിശുദ്ധമായ ഈ ഖുർആനിൻ്റെ ഈ വലിയ സംരംഭത്തിൻ്റെ മിസ്ല് സവാബ് നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും നീ ഇസ്സത്ത് ഏറ്റി കൊടുക്കണേ അല്ലാഹ്, ഹിമ്മത്ത് കൊടുക്കണേ അല്ലാഹ്, ഹിമ്മത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, അവരെയും ഞങ്ങളെയും നീ നിൻ്റെ പൊരുത്തപ്പെട്ട ഇബാദുസ്സാലിഹീനിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ നേതൃത്വത്തിൽ നിന്ന് മൺമറഞ്ഞുപോയ ധാരാളം സയ്യിദുമാരുണ്ട്, അഭിവന്യരായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ ഉപ്പാപ്പയടക്കം, നൂറുൽ ഉലമ MA ഉസ്താദ് അടക്കം, കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് അടക്കം, താജുശ്ശരിയ അരിക്കുഞ്ഞുസ്താദ് അടക്കം. പടച്ചവനെ, ഒരുപാട് ആലിമീങ്ങൾ, ആരിഫീങ്ങൾ, കുണ്ടൂർ ഉസ്താദ് അടക്കം. അല്ലാഹുവേ, ആരൊക്കെ ഈ പ്രസ്ഥാന നേതൃത്വത്തിൽ നിന്ന് മൺമറഞ്ഞു പോയോ, അല്ലാഹുവേ, വൈലത്തൂർ തങ്ങളുപ്പാപ്പയടക്കം, ഇങ്ങനെ തുടങ്ങി അല്ലാഹുവേ, ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാവരുടെയും ദറജ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാഹുവേ. പേര് പറഞ്ഞവരും പറയാത്തവരുമായി ഒരുപാട് പേരുണ്ട്, അവരുടെയൊക്കെ ഖബറുകളിലേക്ക് ഈ നല്ല മജ്ലിസിൻ്റെ മിസ്ല് സവാബ് നീ കാണിക്കണേ അല്ലാഹ്, നീ കാണിക്കണേ അല്ലാഹ്. അവരെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്, അവരെ ഖബറുകളിലേക്ക് ഈ നല്ല തദ്രീബിൻ്റെ സവാബ് കാണിച്ച് ഖബർ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ നിൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും നീ എല്ലാ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്, എല്ലാ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. സന്തോഷവും സമാധാനവും റാഹത്തും നൽകണേ അല്ലാഹ്. ഒരുപാട് പേർ രോഗികളുണ്ട് അല്ലാഹ്, എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഷുഗറും കൊളസ്ട്രോളും പ്രഷറും അതുപോലെ മാരകമായ രോഗങ്ങൾ, ക്യാൻസർ പോലുള്ള ട്യൂമർ പോലുള്ള അസുഖങ്ങൾ വന്ന് ഒരു ഭാഗം തളർന്നു കിടക്കുന്ന ആളുകളുണ്ട്, സംസാരിക്കാൻ പ്രയാസമുള്ളവരുണ്ട്, ഒരുപാട് വേദനകളും മറ്റുമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹുവേ, നിൻ്റെ ഖുർആനിൻ്റെ ഖത്മിനെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു, പടച്ചവനെ, നീ ശിഫ നൽകണേ അല്ലാഹ്, നീ ശിഫ നൽകണേ അല്ലാഹ്, നീ ആജിലായ താമായ ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരുടെയും എല്ലാ മാനസികമായ പ്രശ്നങ്ങളും നീ മാറ്റി സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിന് നീ സന്തോഷവും സമാധാനവും റാഹത്തും നൽകണേ അല്ലാഹ്. സമാധാനത്തിന് ഭംഗം വരുന്ന ഒരു പ്രയാസവും ഞങ്ങൾക്ക് ആർക്കും നീ നൽകല്ലേ അല്ലാഹ്. ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും ഒരുപാട് ടെൻഷനുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. പടച്ചവനെ, നിനക്കറിയാമല്ലോ, ഞങ്ങൾ ഓതിയ വിശുദ്ധ ഖുർആനിനെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു അല്ലാഹ്, എല്ലാ ടെൻഷനും മാറ്റി നീ സമാധാനം നൽകണേ
നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് ബാധ്യതകളുള്ളവരാണ് ഞങ്ങൾ. സാമ്പത്തികമായി ഒരുപാട് ബാധ്യതകളുണ്ട് അല്ലാഹ്. എല്ലാ ബാധ്യതകളും വീട്ടാനുള്ള ഹലാലായ വഴികൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തുറന്നു തരണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട് പടച്ചവനെ. ഒരു വീട്, താമസിക്കാൻ യോജിച്ച ഒരു വീട് എന്നത് ഏതൊരു മനുഷ്യൻ്റെയും വലിയ അഭിലാഷമാണ് അല്ലാഹ്. വീടില്ലാത്ത ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. തദ്രീബ് കുടുംബത്തിലെ ആർക്കൊക്കെ അല്ലാഹുവേ വീട് ഇല്ലാതെ വിഷമിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ വീട് കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട് അല്ലാഹ്, അവർക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവേ ഗർഭിണികളായ സഹോദരിമാരുണ്ട്, ഒരുപാട് പേര് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവേ. തദ്രീബ് കുടുംബത്തിലെ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹുവേ ഗർഭിണികളിൽ സുഖപ്രസവം നൽകണേ അല്ലാഹ്, സുഖപ്രസവം നൽകണേ അല്ലാഹ്. മാരകമായ പ്രയാസങ്ങളോ ഗുരുതരമായ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളൊക്കെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. നല്ല ബുദ്ധിശക്തിയും ഹിഫ്ളും ഈമാനും വറഉം തഖ്വയുമുള്ള സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ മക്കളെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ദുനിയാവിലോ ആഖിറത്തിലോ മക്കൾ കാരണം ഞങ്ങളെ നീ കണ്ണീര് കുടിപ്പിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെയൊക്കെ വിവാഹപ്രായമെത്തിയ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിലെ മറ്റുള്ളവർക്കൊക്കെ സാലിഹീങ്ങളായ ഇണകളെ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റാഹത്തുള്ള, സന്തോഷമുള്ള, സമാധാനമുള്ള കുടുംബജീവിതം നയിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് പേരുണ്ട്. ഞങ്ങളെ പലരുടെയും മാതാപിതാക്കൾ ഖബറിലാണ് അല്ലാഹുവേ. സഹോദരിമാരിൽ പലരുടെയും ഭർത്താക്കൾ ഖബറിലാണ് അല്ലാഹുവേ. സഹോദരങ്ങളുടെ പലരുടെയും ഭാര്യമാർ ഖബറിലാണ്. സഹോദരിമാർ ഖബറിലാണ്. മക്കൾ ഖബറിലാണ്. പലരുടെയും പടച്ചവനെ അല്ലാഹുവേ, എല്ലാവരുടെ ഖബറുകളിലേക്കും ഈ വിശുദ്ധ ഖുർആനിൻ്റെ ഈ വലിയ മഹത്തായ സംരംഭത്തിൻ്റെ മിസ്ലു സവാബ് കാണിച്ച് അവരെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്, സ്വർഗമാക്കണേ അല്ലാഹ്. സ്വർഗത്തിലെ വെള്ളവും വസ്ത്രവും വിരിപ്പും അവർക്ക് നൽകി റഹ്മത്തിൻ്റെ മലക്കുകൾ വരാനിടവരുന്ന നല്ല റാഹത്തുള്ള ഖബറാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, യാ റബ്ബ് യാ റബ്ബ് യാ അല്ലാഹ്. ഈ തദ്രീബ് എന്ന ഈ മഹത്തായ സംരംഭത്തിൽ ഖുർആനിൻ്റെ പഠിതാക്കളായി, ഇതിൻ്റെ ശ്രോതാക്കളായി ഞങ്ങൾ നിന്നത് നിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടാണ്, ഖുർആനിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കതെല്ലാം പൂർണ്ണമായും നൽകണേ അല്ലാഹ്. നിൻ്റെ പൊരുത്തം നൽകണേ അല്ലാഹ്. നിൻ്റെ ഖുർആനിൻ്റെ കാവൽ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് തെറ്റുകൾ ഞങ്ങളുടെ പാരായണത്തിലുണ്ടായിരുന്നു. അതെല്ലാം തിരുത്താൻ ഞങ്ങൾക്ക് ഈ മഹത്തായ ഈ നല്ല സംരംഭം കാരണമായി. അല്ലാഹുവേ, ഇനി ജീവിതത്തിൽ ഒരിക്കലും വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഒരു തെറ്റും വരാതെ ഓതാൻ, അതൊക്കെ നിൻ്റെ പൊരുത്തത്തിലായി പാരായണം ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഈ മണിക്കൂറുകൾ കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ഞങ്ങളെ ഖത്മിൻ്റെ മജ്ലിസ് നീ വിജയിപ്പിക്കണേ അല്ലാഹ്. അങ്ങോട്ട് വരുന്ന ആളുകൾക്ക് യാത്രകളൊക്കെ നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. യാത്രകളൊക്കെ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത യാത്ര നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഖത്മിൻ്റെ മജ്ലിസ് നടക്കുന്നത് മലപ്പുറത്തെ വളരെ പ്രസിദ്ധമായ മഅദിനിൻ്റെ തിരുമുറ്റത്താണ്. ആ സ്ഥാപനത്തെ ഇനിയും ഒരുപാട് നീ ഇസ്സത്തിലേക്ക് ഉയർത്തണേ അല്ലാഹ്. ബദ്റുസ്സാദാത്ത് ഖലീൽ തങ്ങൾ പാപ്പയുടെ സവിധത്തിലാണ്. അവിടത്തേക്ക് നീ ഇസ്സത്തും ഹിമ്മത്തും ആ തണൽ ഞങ്ങൾക്ക് ഒരുപാട് കാലം ആസ്വദിക്കാനുള്ള തൗഫീഖും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ പരിപാടികളൊക്കെ, ഞങ്ങളെ പദ്ധതികളൊക്കെ നീ 100% വിജയിപ്പിക്കണേ അല്ലാഹ്. ആ മജ്ലിസിൽ വരാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് അല്ലാഹുവേ. ആ മജ്ലിസിൽ വന്ന് ആ ദുആയിൽ പങ്കെടുത്തവർക്ക് ലഭിക്കുന്ന പ്രതിഫലം പോലോത്തത് ഒട്ടും കുറയാതെ അവർക്കും നീ നൽകണേ അല്ലാഹ്. അല്ലാഹ്, പടച്ചവനെ, ഞങ്ങളെ ദുആ ഖബൂലാക്കണേ അല്ലാഹ്. ദുആ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെ ദുആയിലും ഉണ്ടായിരിക്കണം. ഞാൻ ദുആ ചെയ്യുമ്പോഴൊക്കെ തദ്രീബ് കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കാറുണ്ട്. കാരണം ഇത്രയും മഹത്വമേറിയ ഇങ്ങനെയുള്ളൊരു മജ്ലിസ്, ഇങ്ങനെയുള്ളൊരു സംരംഭം നമ്മൾ അന്വേഷിച്ചിടത്തോളം വേറെ നമ്മൾ കണ്ടിട്ടില്ല.
ഖുർആൻ ഖത്മ് തീർക്കുന്ന ധാരാളം മജ്ലിസുകളുണ്ട്, ഒരുപാടുണ്ട് ഇല്ലേ? യൂട്യൂബിൽ നമ്മൾ നോക്കിയാൽ പരിശുദ്ധ ഖുർആനിൻ്റെ ഖത്മ് ആദ്യം മുതൽ അവസാനം വരെ ഓതിയത് എത്രയോ ഇമാമിങ്ങളുടെ, എത്രയോ വലിയ വലിയ ഖാരിഇങ്ങളുടേതുണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ ഇങ്ങനെ ഓരോ ആയത്തും ഓതിയിട്ട് ഒരുപാട് വിശദീകരണങ്ങൾ നൽകിയിട്ട് അഹ്കാമുകളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇങ്ങനെ ഒന്ന് നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ഒരു നല്ല മജ്ലിസിനെ എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അതിൽ കൂടിയ മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും സാധുവായ എൻ്റെ ദുആയിലുണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. നിങ്ങളും എല്ലാവരും സാധുവായ എനിക്കും എൻ്റെ ഉസ്താദുമാർക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളുടെയൊക്കെ ദുആയിൽ ഉണ്ടായിരിക്കണേ എന്ന് വളരെ വിനയത്തോടു കൂടി അപേക്ഷിക്കുകയാണ്. വാക്കുകൾ ചുരുക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة